ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് പോവാം. ബാക്കി ഹീറോയിന് 4 ഫ്രണ്ട്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഹീറോയിൻ നല്ല ഹെൽപ്പ് ചെയ്യുക. ഹീറോയിൻ റിച്ച് ഗേളെന്ന് മാത്രം ഹീറോയിൻ ഡാഡി ബിസിനസ് അത് മാത്രം ഹീറോയിൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക. അത് മാത്രം ഹീറോയിൻ ഡാഡി ബിസിനസ് മമ്മി റിച്ചാണ്. അത് മാത്രമല്ല ഹീറോയിൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രം ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനായിട്ട് 7 പേർക്ക് ഷുഗർക്ക് ഹീറോയിൻ ഇഷ്ടപ്പെട്ടു. ഷുഗർ ബാക്കി അമ്മസിനോട് പറഞ്ഞു. ബാക്കി ജിന്നുക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ കണ്ട് 7 പേർക്ക് ഹീറോയിൻ മേലെ ഇപ്പം ലവ് വന്നു. ഹീറോയിനെ മാരേജ് ചെയ്യിക്കാൻ വേണ്ടി ഹീറോയിനെ ഫുൾ ഫോളോ ചെയ്യുന്നത് 7 പേർക്ക് ഹീറോയിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ 7 പേര് പറഞ്ഞു എനിക്ക് മാരേജ് ഓക്കെ. അങ്ങനെ 7 പേര് മമ്മി ഡാഡിയും ശരിപ്പാ ഓക്കെ ആണല്ലേ, ഓക്കെ മോം ഡാഡ് ഞാൻ പറയായിരുന്നു. അങ്ങനെ 7 പേര് ഹീറോയിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചൊതിയായിട്ട് മമ്മി ഡാഡിക്ക് ഷോക്കായിരുന്നു. അവിടെ ഒരു ഹീറോയിൻ്റെ സിസ്റ്റർ പറഞ്ഞ അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിക്ക് ഒന്നും മനസ്സിലായില്ല. എൻ്റെ മോം ഇവിടെ നടക്കുന്ന ഹീറോയിൻ അനിയത്തിക്ക് പറഞ്ഞാൽ എന്നെ മാരേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞായിരുന്നു. അനിയത്തിൻ്റെ മനസ്സിൽ ഹീറോയിനെ മാരേജ് ചെയ്യിക്കും. അനിയത്തിൻ്റെ മനസ്സിൽ അനിയത്തിനെ മാരേജ് ചെയ്യിക്കില്ല. അവളെ അനിയത്തിൻ്റെ പേര് ജിയാൻ്റെ മനസ്സിൽ ജിയാനെ മാരേജ് ചെയ്യിക്കാൻ പറയുന്നെന്ന്. ജിയ എന്നെ മാരേജ് ചെയ്യിക്കാൻ വന്നതല്ലേ എന്നെ 7 പേരോടെ കേൾക്കല. 7 പേര് ജിയാനെ കണ്ടിട്ട് ജിയ സിംഗിളാണ്. ജിയാനെ കണ്ടിട്ട് അവർ 7 പേര് പറഞ്ഞാൽ നോ നിന്നെ മാരേജ് ചെയ്യിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് ഹീറോയിനെ ഇഷ്ടപ്പെടും. ജിയ കുറച്ച് മൂഡ് ചേഞ്ച് ആയിരുന്നു. ജിയക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. ജിയ പറഞ്ഞ ഹീറോയിൻ്റെ അനിയത്തി ഒന്നുമല്ല. പറഞ്ഞ അനിയത്തി മാതിരി ജിയനെ നോക്കുക. ഹീറോയിൻ്റെ ആൻറ്റിയുടെ മോളാണ് ജിയ. ഹീറോയിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു. ഹീറോയിൻ്റെ അനിയത്തി മാതിരി ജിയ പറഞ്ഞ ഹീറോയിൻ്റെ ആൻറ്റി എന്ന് പറഞ്ഞ അപ്പുറത്ത് വീട്ടിലത്തെ ഒരു പെണ്ണായിരുന്നു ജിയ. ഹീറോയിൻ വീട്ടിൽ വന്ന് എനിക്ക് സംസാരിച്ചിട്ട് പോകും. അത് ബദല ആൻറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ജിയ പറഞ്ഞ ഹീറോയിനെ കാണാൻ വേണ്ടി വന്നതാ. ഹീറോയിന് ജിയാനെ പറയുന്നു ജിയക്ക് വീട് ചേഞ്ചായി. ജിയക്ക് ടെൻഷനോടെ ജിയ ഇവിടുന്ന് പോയായിരുന്നു. ഹീറോയിനെ മാരേജ് പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ഹീറോയിൻ ഡാഡി ഓർത്തിട്ട് പറയാനാണ് പറയുന്നത്. അങ്ങനെ ഓക്കെയാണ് ഓട്ടീസാണ് കോൾ ചെയ്ത് പറഞ്ഞത്. ഓട്ടീസ് ബമ്പേഴ്സൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയ്ക്കും അവർക്ക് മാരേജൊക്കെ ഓക്കെയാണ് പറയായിരുന്നു. ഹീറോയ്ക്ക് അതും അറിയില്ലായിരുന്നു പാവം. ഹീറോയ്ക്ക് മാരേജ് അപ്പോൾ ഒരു സമയം പറഞ്ഞു നിങ്ങൾക്ക് ഓക്കെ ആണ് മാത്രം അവൾക്ക് മാരേജ് ഓക്കെ ആണല്ലേ, അതെ ഓക്കെ ആവും അത് മാത്രമല്ല ഇതാവും ഞങ്ങൾ പറയുന്ന മനസ്സിലാക്കും. ഇവൾ ഒരു വേല ലവ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. മാരേജ് നടക്കാൻ പോകുന്നത് ഭയങ്കര മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലാതെ മാരേജ് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഷോക്കാണ്. ഇതാണ് എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് മമ്മി എന്ന് പേരെല്ലാം ഫസ്റ്റ് പറയുമ്പോൾ ഷോക്കായിരുന്നു ഹീറോയ്ക്ക്. പിന്നെ പേരറിയുമ്പോൾ ഹീറോയ്ക്ക് ഡ്രീമാണ് കാണുന്നത് വെച്ചായിരുന്നു. മാരേജ് നടക്കുമ്പോഴാണ് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോയിൻ മമ്മിയോട് കേൾക്കുമ്പോൾ മമ്മി പറയായിരുന്നു നടന്ന കാര്യം പറയായിരുന്നു. ഹീറോയിനോട് മമ്മി എൻ്റെ ഹസ്ബൻഡ് ഹീറോയിനെ കൂടെ എല്ലാവർക്കും മാരേജ് വന്നിട്ട് എല്ലാവരും നെറ്റി കടത്ത് കിസ്. അത് മാത്രമല്ല ഓരോ നല്ല ലിപ്പ് ആകെ നെറ്റി ആരെ ചെയ്യും. ഞങ്ങൾക്കും 3 പേര് വേണം ലിപ്പിൽ കിസ്, ബാക്കിയെല്ലാം നെറ്റിയിൽ കിസ് തന്നെ. ഹീറോയിൻ ഞങ്ങൾക്ക് ഓരോ കടയിൽ 3 പേരുടെ ഷാക്കായിരുന്നു ഹീറോയിൻ. അങ്ങനെ മാരേജ് ആയിരുന്നു. അങ്ങനെ റൂമിലേക്ക് കൊണ്ടുവന്നായിരുന്നു. ഹീറോയിൻ്റെ റൂം കഴിച്ചായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ റൂമിലേക്ക് വന്നായിരുന്നു. റൂമിൽ ഹീറോയിനെ നോക്കി 7 പേര് നോക്കി ഒരുപാട് ഹീറോയ്ക്ക് പേടിയായിരുന്നു. അതൊന്നും വേണ്ടെന്ന് പറയുന്നു. ശരിപ്പാ ഇപ്പോൾ വേണ്ട പിന്നെ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ 6 പറയായിരുന്നു. 6 പറഞ്ഞിട്ട് എല്ലാവരും ഓക്കെ എന്ന് തടാട്ടിയായിരുന്നു. അങ്ങനെ ടേസ്റ്റ് പോകാൻ തുടങ്ങി. ഹീറോ ഇപ്പോൾ പഠിച്ചിട്ട് ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഇപ്പോൾ ഹീറോ ഫൈനൽ ഇയർക്ക് എത്തിയായിരുന്നു. ഹീറോയ്ക്ക് അപ്പോൾ സമാധാനമായി പറഞ്ഞ് ഹീറോ ഇതാക്കിയിട്ട് റെസ്റ്റ് എടുത്ത് നിറയെ ബോയ്സ് ഹീറോയിനും പുറകെ 7 പേർക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു. ഹീറോ ചബ്ബി ഒരു ക്യൂട്ടായിരുന്നു. അതായത് നിറയെ പ്രപ്പോസ് വന്നായിരുന്നു. ഹീറോയി പറഞ്ഞ് എനിക്ക് മാരേജ് ആയിരുന്നു. അങ്ങനെ 7 പേരെ ഹീറോയിൻ കൂടെ ക്ലോസ് ആയിരിക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതൊന്നും വേണ്ട പറയായിരുന്നു. 7 പേര് ഹീറോയിൻ കൂടെ സ്റ്റേ ചെയ്ത് 7 പേര് സ്റ്റേ ചെയ്ത് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതുകൊണ്ട് ഹീറോയിന്മാർക്ക് ഹീറോയ്ക്ക് ഹീറോമാർ ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ചെക്കൻ. അപ്പോൾ ഹീറോയിനെ ലവ് ചെയ്ത് മാരേജ് ചെയ്ത് അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയ ഹീറോയിൻ ഇങ്ങനെ പഠിച്ചിട്ട് ഗ്രാജുവേട്ടായി. ഹീറോയിൻ അവിടേക്കും ഇങ്ങനെ സംസാരിച്ചിട്ടായിരുന്നു. പിന്നെ വെളിയിൽ വന്ന കൂടുതൽ വണ്ടിയിൽ പോകുമ്പോൾ ഹീറോയ്ക്ക് അവിടെ പൊത്തുവിനെ മയങ്ങി വീണു. ഇത് വണ്ടിയിൽ പോകുമ്പോൾ ജിമ്മിയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. പൊത്തു മയങ്ങി വീണ ജിമ്മിന് വീണ ജിമ്മിന് ഷോക്കായിരുന്നു. ഇവിടെ 6 വണ്ടി എടുത്ത് 6 വണ്ടി എടുത്ത് പറഞ്ഞാൽ വേണ്ട ജിന്നു പറയാം ഞാനേ വണ്ടി കൊടുത്താന്ന് പറഞ്ഞ് 6 മണിപ്പുറം പോടായിരുന്നു എന്ന് പറഞ്ഞാൽ വണ്ടി കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റൽ തണ്ണി വെച്ച് എനിക്കില്ലായിരുന്നു. ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഡോക്ടറൊക്കെ ആയിരുന്നു. ഇതിൽ ആരും ഹസ്ബൻഡ് ഞങ്ങൾ എന്ന് പറയായിരുന്നു. അപ്പോൾ മാരേജ് അയച്ചതാണെന്ന് പറയായിരുന്നു. മാരേജ് ഞങ്ങൾ ഓട്ടിസ് ശരി ഇങ്ങനെ ചെക്ക് ചെയ്ത് ഡോക്ടർ 7 പേർ കുറുകുറു നോക്കാതെ ഡോക്ടർ എന്ത് ഡോക്ടർ കോൺഗ്രസ് നിങ്ങളെല്ലാവരും ഡാഡി ആകുമ്പോൾ ഡാഡീസ് എന്ന് പറയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന് ഒരു ഡേയ്സ് പോകുന്നുണ്ട്. ഹീറോ ചെക്ക് ചെയ്യുമ്പോൾ ഹീറോയ്ക്ക് 7 ബേബീസ് ഉണ്ട് പറയായിരുന്നു.
ഡോക്ടർ പറഞ്ഞ് കേട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ബേബീസ് കൂടെ ചാൻസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിനെ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ മാസ്റ്റർ ഡിഗ്രി പഠിക്കാൻ പറയായിരുന്നു. അങ്ങനെ ഹീറോയിനോട് പറയായിരുന്നു. ഹീറോയിൻ ഫാഷൻ ഡിസൈൻ പഠിക്കുമായിരുന്നു. ഹീറോയിൻ പഠിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് നല്ല പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഒരു കമ്പനി ജോലി ചെയ്യാറുണ്ട്. ഹീറോയിൻ ബാക്കും പെണ്ണിട്ടായി. ഹീറോയ്ക്ക് ബേബി ജനിച്ച് ഗേൾ ബേബി ക്യൂട്ടായിട്ട് ഒയ്യാരി ജനിച്ച്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ഗേൾ ബേബി. എല്ലാ കുട്ടികൾക്ക് 7 വയസ്സ്. ഇപ്പോൾ ഒയ്യാരിക്ക് പറഞ്ഞ് 3 വയസ്സ് 3 വയസ്സായി. ഹീറോയി ബിസിനസ് നന്നായിട്ട് നോക്കായിരുന്നു. എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹാപ്പി ആയിട്ട് ഹീറോയി ഫോട്ടോസ് എടുത്ത്. അങ്ങനെയായിട്ട് ഹീറോയി ഇങ്ങനെയായിട്ട് ഇത് പഠിച്ചായിരുന്നു. ഹീറോയി 7 പേര് നോക്കി മുറയ്ക്കായിരുന്നു. ബേബീസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബേബീസ് 7 വയസ്സ്, ഹൊയ്യാരിക്ക് 3 വയസ്സ് 3 വയസ്സ്. അതെ 7 പേര് ഭയങ്കര ഹാപ്പി. ബേബീസിനെ കൊഞ്ചാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് എൻ്റെ ഫ്രണ്ട് ബാക്കി 4 ഫ്രണ്ട്സും കൺഗ്രാസ് മച്ചി എന്ത് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മിനമിനിക്ക് ടെൻഷനായി. മിനമിനിക്ക് ഒരു പോലീസിനെ മാരേജ് ചെയ്യിച്ചു. മിനമിനിക്ക് പോലീസ് പറഞ്ഞ ഡ്യൂട്ടി എന്ന് പറയാം. മിനമിനിക്ക് പോലീസ് ഹസ്ബൻഡ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഭയങ്കര ലൈഫ് ഇതാക്കാൻ തുടങ്ങിയായിരുന്നു. മിനമിനിക്ക് പോലീസ് ഹസ്ബൻഡ് നല്ല ക്യാരിങ് ചെയ്യാം. ഇതിന് മിനമിനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. മിനമിനിക്ക് ഇങ്ങനെ ഒരാൾ ഭയങ്കര ടോർച്ചർ. മിനമിനിക്കിൻ്റെ ഹസ്ബൻഡ് രക്ഷിച്ചു. അതേമാതിരി ഹീറോ മാതി. മിനമിനിക്ക് 3 കുട്ടികളുണ്ട്. ട്രിപ്പിൾസാണ്. രക്ഷിച്ച പിന്നെ ഹസ്ബൻഡിനെ കുറിച്ച് കുറേ ഗേൾസ് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഹാൻസമായിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ മിനമിനിക്ക് ജെലസ് ആയിരുന്നു. മിനമിനിക്ക് അങ്ങനെ ഹസ്ബൻഡ് അക്സെപ്റ്റ് ചെയ്തു. മിനമിനിക്ക് ഹസ്ബൻഡ് കൂടെ ലൈഫ് സ്റ്റാർട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. മിനമിനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മോശമില്ലപ്പാ ഹസ്ബൻഡ് അവരെക്കാട്ടെ മോശം നല്ല കാര്യങ്ങൾ തരുന്നുണ്ട്. അവർ റഗ്ഗെടുപ്പാ. എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. മിനമിനിക്ക് ഹസ്ബൻഡിനെ കൂടെ ജോലിയായിട്ട് ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോ ഇതിവിടെ നല്ല ഹൈഫായിട്ട് ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് റണ്ണിങ് പോയായിരുന്നു. ഹീറോ ഈ ടെൻഷന് വഴക്ക് പറയാറായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത് പറഞ്ഞു. ബേബീസ് എല്ലാം ഭയങ്കര ഇത് വീടാ ഇതാന്ന് തലക്കയറ്റി. പിന്നെ അതിനകത്ത് ഹീറോയിൻ മണിയും കൊടുക്കുക. അത് മാത്രം ഹീറോ മമ്മി ഫാമിലി മണി കൊടുക്കും. പിന്നെ വീട്ടേഴ്സ് കൊടുക്കുക. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ പോയ കുട്ടികൾക്ക് നല്ല പ്രശ്നമില്ല. ബസ് കുറച്ച് ആക്സിഡൻ്റ് ആയത്. അതുകൊണ്ട് രക്ഷിച്ച് ഹീറോയി പണം കൊടുത്തായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് ഹീറോയി ഭയങ്കര ഹാപ്പി. ഇവിടെ ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.